إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിരിക്കുന്ന ചര്യകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സാഹചര്യങ്ങളിലും പകർത്തിയും പാലിച്ചും ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ് വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം വിജയിക്കുന്ന ആളുകളായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മളെല്ലാവരും എല്ലാ ആളുകളുമായി ഇടപെട്ടുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് ഒരാളുടെ സൽസ്വഭാവം എന്നത് നമുക്കറിയാം, ആ ആളുടെ രണ്ട് ലോകത്തെയും വിജയത്തിന് ഏറ്റവും വലിയ കാരണമാകുന്നതാണ്. സൽസ്വഭാവങ്ങളിൽ നമ്മളെല്ലാവരും പലപ്പോഴും പരാജയപ്പെട്ടു പോകാറുള്ള ഒരു വിഷയമാണ് ക്ഷമ എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആയത്തുകളിലെല്ലാം അതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം സുപരിചിതമാണ് ആ ആയത്തുകളൊക്കെയും. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ക്ഷമയും നമസ്കാരവും വഴി നിങ്ങൾ അല്ലാഹുവിന്റെ സഹായം തേടുക. നിശ്ചയം ഇത് ഭക്തന്മാർക്കൊഴികെ ബാക്കി എല്ലാവർക്കും ഭാരിച്ച കാര്യമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്നു, അല്ലദീന യദുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. അതായത് തങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടുന്നവരാണെന്നും തങ്ങൾ അവങ്കലിലേക്ക് മടങ്ങുന്നവരാണെന്നും വിചാരിച്ചു കൊണ്ടിരിക്കുന്നവർക്കൊഴികെ
ബാക്കി എല്ലാ ആളുകൾക്കും ഭാരമുള്ള രണ്ട് കാര്യമാണ് നമസ്കാരവും ക്ഷമയും. നിങ്ങളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകും, നമസ്കാരത്തിന്റെ കൂടെ അല്ലാഹ് ക്ഷമയെ പറയും. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത് വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്. നമസ്കാരവും ക്ഷമയും തമ്മിൽ ചില സാദൃശ്യങ്ങളുണ്ട് എന്നതാണ്. ഒന്നാമത്തെ സാദൃശ്യമാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഭയഭക്തിയുള്ള തഖ്വയുള്ള ആളുകൾക്കല്ലാത്തവർക്കെല്ലാം ഭാരിച്ചൊരു കാര്യമാണ് ഇത് രണ്ടും. ക്ഷമിക്കുക എന്നുള്ളതും നമസ്കാരം മുറ പോലെ കൊണ്ടുപോവുക എന്നുള്ളതും. ഈ ക്ഷമയും നമസ്കാരവും തമ്മിലുള്ള ബന്ധമെന്താ? അതിന്റെ സ്വഭാവത്തിൽ ചില സാദൃശ്യങ്ങളുണ്ട്. ഒന്ന്, നമസ്കാരത്തെ പറ്റി പറയുന്നിടത്ത് പറഞ്ഞു, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിശ്ചയമായും നമസ്കാരം സമയം നിർണയിക്കപ്പെട്ട രീതിയിൽ നിർബന്ധമാണ്. ക്ഷമയെപ്പറ്റി പറഞ്ഞു, ഇന്നമ സ്വബ്റു ഇൻദ സ്വദമത്തിൽ ഊല. നിശ്ചയമായും ക്ഷമ അതിന്റെ ആദ്യഘട്ടത്തിലാണ് വേണ്ടത്. രണ്ടും എന്താണ്? അതിന് സമയം കൃത്യമാക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രതിഫലത്തിന്റെ ഗാംഭീര്യത്തിന് കാരണമാവുക. നമസ്കരിക്കാറുണ്ട് നമ്മളെല്ലാവരും. ഇവിടെ ഇരിക്കുന്ന ആരും നമസ്കരിക്കാത്തവരല്ല. പക്ഷെ സമയം നിർണയിക്കപ്പെട്ട സമയത്താണോ എന്നുള്ളത് പരിശോധിക്കണം. ക്ഷമിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും. പലപ്പോഴും ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും ചെയ്താൽ അവനെ തിരിച്ചടിക്കണമെന്നൊക്കെ വിചാരിച്ച് അവനെ കാത്തിരുന്ന് കുറെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് അതിന്റെ ചൂടെല്ലാം പോയാൽ നമ്മൾ വിട്ടേക്കും. പോട്ടവൻ, നമ്മളതങ്ങ് സഹിച്ചേക്കും. എന്ത് കാരണത്താൽ? നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് അവനെ കിട്ടാത്ത കാരണത്താൽ. കിട്ടാനുള്ള സംഖ്യയെ ഇതുപോലെ തന്നെയാണ്, കുറെ കാത്തിരിക്കും. കിട്ടൂലെന്ന് കണ്ടാൽ നമ്മൾ വിചാരിക്കും കൊടുത്തേക്കാം. ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന് രണ്ടിനും, ക്ഷമക്കും നമസ്കാരത്തിനും സമ്പൂർണമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ അത് അതിന്റെ കൃത്യസമയം പറഞ്ഞിട്ടുണ്ട്. ക്ഷമ ആദ്യഘട്ടത്തിലാണ്. ഫസ്റ്റില് തീരുമാനിക്കാൻ കഴിയണം ക്ഷമിക്കാൻ. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കറിയുമോ, ഒരു പർവ്വതത്തിന്റെ താഴ്വരയിൽ വെച്ച് അബൂജഹൽ വല്ലാതെ അള്ളാഹുവിന്റെ റസൂലിനെ വേദനയാക്കി, പീഡിപ്പിച്ചു, ചീത്ത പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലുകൊണ്ടടിച്ചു, വല്ലാതെ വേദനയാക്കി. അള്ളാഹുവിന്റെ റസൂൽ ഒന്നും ചെയ്തില്ല. ഇത് കണ്ടിട്ടാണത്തെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ക്ഷമയുടെ അങ്ങേയറ്റം കണ്ടിട്ട് ഹംസ റളിയല്ലാഹു അൻഹു ആ ദീനിനെ പറ്റി പഠിക്കാൻ തയ്യാറായെന്നാണ്. എന്തൊരു വലിയ ആദർശമാണിത്! അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമ ആയിഷ ബീവിയുടെ അടുക്കലേക്ക് ഒരു മധുരപലഹാരം ഒരു മൺപാത്രത്തിൽ കൊടുത്തയച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ, ഒരു ഭാര്യ വേറൊരു ഭാര്യയ്ക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണ്. സുദൃഢമായ ബന്ധത്തിന് ഏറ്റവും നല്ലൊരു ഘടകമാണ് സമ്മാനങ്ങൾ കൈമാറുക എന്നുള്ളത്. എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് തട്ടി, പാത്രം നിലത്ത് വീണു, പൊട്ടിച്ചെതറി, ഭക്ഷണ പദാർത്ഥമൊക്കെ നിലത്ത് ചെതറി ചിന്ന ഭിന്നമായി നിന്നു. ആയിഷ റളിയല്ലാഹു അൻഹക്ക് പ്രായം കുറവായതിനാൽ അതിൻ്റെതായ ഒരു പക്വതക്കുറവ് ആ ചരിത്രത്തിൽ നമ്മൾ വീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂല് കുനിഞ്ഞ് ആ പാത്രങ്ങളൊക്കെ എടുത്തു മാറ്റി ഭക്ഷണങ്ങളൊക്കെ ചേർത്തവിടെ വെച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ഈ പാത്രത്തിന്റെ കണക്ക് ഞാൻ അവിടെ കൊടുക്കും. പക്ഷെ ഈ ഭക്ഷണം കേടായതിന് പടച്ച തമ്പുരാൻ നിന്നോട് ചോദിക്കില്ലേ ആയിഷ? അള്ളാഹുവിന്റെ റസൂൽ കുനിഞ്ഞിരുന്നിങ്ങനെ വേഗത്തിൽ വാരുന്നത് കണ്ടിട്ട് എഴുന്നേറ്റ് നിന്ന് ആയിഷ ബീവി ഇങ്ങനെ കരയാണ്. ആയിഷ ബീവി ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് എന്നെ ഒന്ന് ചീത്ത പറഞ്ഞൂടെ? അള്ളാഹുവിന്റെ റസൂലെ ഒന്ന് ശകാരിച്ചൂടെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, ആയിഷ, ഞാൻ നിന്നോട് ചൂടായാൽ പിന്നെ ഞാൻ എങ്ങനെ നല്ലൊരു ഭർത്താവാകും ആയിഷ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, മനസ്സിനെ പതറാതെ നിയന്ത്രിച്ചു നിർത്തുക, തനിക്ക് നേരിട്ടിരിക്കുന്ന വിഷമങ്ങളെ സഹിക്കുക. അതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായി പ്രസ്താവിച്ചതായി ഇബ്നു ഹാത്തിം റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്നു. ക്ഷമ രണ്ട് തരമുണ്ട്. ഒന്നാമത്തെ ക്ഷമ എന്നത് ഈ പറഞ്ഞ ആപത്ത് വന്നാലുള്ള ക്ഷമയാണ്, പ്രയാസങ്ങൾ വന്നാലുള്ള ക്ഷമ.
എന്നാൽ അതിനേക്കാളും വളരെയധികം പ്രാധാന്യമുള്ള ക്ഷമയാണ് പ്രിയപ്പെട്ടവരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിരോധിക്കപ്പെട്ട കാര്യങ്ങളെ വിട്ടൊഴിയാനുള്ള ക്ഷമ, അതാണ് മറ്റേതിനേക്കാളും പ്രാധാന്യമെന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അതായത് ക്ഷമയിൽ ഒരുപാട് കാര്യങ്ങളുടെ ലിസ്റ്റുണ്ട്. ഒന്നാമത്തത് നന്മ ചെയ്യാനുള്ള ക്ഷമയാണ്. അവിടെയാണ് ക്ഷമയുടെ കൂടെ നമസ്കാരം പറഞ്ഞു. ഏതെങ്കിലുമൊക്കെ ബിസിയിൽ, തിരക്കിൽ, അല്ലെങ്കിൽ ഉറക്കിൽ, അല്ലെങ്കിൽ പരിപാടിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമസ്കരിക്കാൻ വിളിക്കപ്പെട്ടാൽ നമ്മൾ അത് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ളവരാകുന്നു. നന്മകൾ ഒരുപാട് കേട്ടവരല്ലേ നമ്മൾ മിമ്പറുകളിൽ നിന്ന്? ഒരുപാട് കേട്ട് ബേജാറായി കുറെ തീരുമാനങ്ങൾ എടുത്തു പോയ വെള്ളിയാഴ്ചകൾ നമ്മുടെ ജീവിതത്തിലില്ലേ? പക്ഷെ എടുക്കാനാവുന്നില്ല, എടുക്കാൻ കഴിയുന്നില്ല, തുടങ്ങാൻ കഴിയുന്നില്ല, കാക്കനോട് മിണ്ടാൻ കഴിയുന്നില്ല, ഉമ്മാന്റെ അടുത്ത് പോയിട്ട് തലോടാൻ കഴിയുന്നില്ല, ഉമ്മാനെ ഒന്ന് ചുംബിക്കാൻ കഴിയുന്നില്ല, മക്കളെ ചേർത്തിരുത്തി ഖുർആൻ വായിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു, ചെയ്തിട്ടില്ല. നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അതിനെന്ത് വേണം? മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള ഒരു സ്വബറുണ്ട് അവിടെ. രണ്ടാമത്തത് തിന്മയിൽ നിന്ന് ചേക്കേറാനുള്ള ക്ഷമ. തിന്മയുടെ ഗൗരവങ്ങൾ നമ്മൾ എത്ര കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ പള്ളിയിൽ നിന്ന് തന്നെ എത്ര വർഷങ്ങളായി തിന്മകളുടെ ഗാംഭീര്യങ്ങൾ പല ഭാഷയിൽ, പല വികാരത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ? പക്ഷെ ഒരു ചെറിയ തിന്മ പോലും നിങ്ങൾ ആലോചിക്കെല്ലാരും, നമുക്ക് നമ്മുടെ ഭാഷക്കനുസരിച്ച് നമ്മളുടെ വികാരങ്ങളെ ഇളക്കിമറിക്കുന്നതനുസരിച്ച് ഹൃദയങ്ങളെ നടുക്കുന്ന രൂപത്തിലുള്ള ആയത്തുകളും ഹദീസുകളും കേട്ടിട്ട് ഒരു ചെറിയ പുകവലിയെങ്കിലും, എന്നോട് ക്ഷമിക്കണം എല്ലാവരും, ഒരു ചെറിയ കളവ് പറയുന്ന സ്വഭാവമെങ്കിലും, ഒരു ചെറിയ പരദൂഷണം പറയുക എന്ന സ്വഭാവമെങ്കിലും, ഒരു ചെറിയ പൂഴ്ത്തി വെച്ചിട്ടുള്ള കച്ചവടം ചെയ്യുക എന്നതെങ്കിലും നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നഖം മുറിക്കുക എന്നുള്ളൊരു സുന്നത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് തിന്മയിൽ നിന്ന് കരകയറാനുള്ള ക്ഷമ. അതാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആപത്ത് വന്നാലുള്ള ക്ഷമയേക്കാളും ഭയങ്കരമാണ് ഒരാളുടെ ജീവിതത്തിൽ നിന്നൊരു തിന്മ എടുത്തു മാറ്റുന്നത്. നമ്മൾ നിസ്സാരമായിട്ട് കളയുന്നില്ല. പലപ്പോഴും നമ്മളൊക്കെ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് അങ്ങനെ തന്നെ പറയാം, ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചെറിയ തിന്മകളൊന്നും നമുക്ക് തിന്മകളല്ല, അതൊന്നൊരു വിഷയമല്ല എന്ന് പറയാറുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞെന്താണെന്നറിയോ? ചെറിയ പാപങ്ങൾ, സ്ഥിരമായി ചെയ്യുന്ന ചെറിയ പാപങ്ങൾ വൻ പാപങ്ങളായിട്ടാണ് പരലോകത്ത് അയാളെ നേരിടുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. സ്ഥിരമായി ചെയ്യുന്ന ചെറിയ പാപങ്ങൾ വൻപാപങ്ങളെ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ വ്യഭിചരിക്കാറില്ല, നമ്മൾ പലിശ വാങ്ങാറില്ല, നമ്മൾ ആരെയും കൊന്നിട്ടില്ല. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് നിരോധിച്ച ഹറാമുകളിൽ നിന്ന് മുച്ചോടും ഒഴിവായവരാ നമ്മൾ. പക്ഷേ ചെറിയ തിന്മകളൊക്കെ നമുക്ക് ചുറ്റും ഇങ്ങനെ കിടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതെങ്കിലും ഒന്ന് എടുത്തൊഴിവാക്കാനുള്ള ഒരു സബറുണ്ടല്ലോ, അത് നമുക്ക് വേണ്ടതുണ്ട്. അവിടേക്കാണ് ഈ സബറിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ചിന്തകൾ കടന്നു ചെല്ലേണ്ടത്. എന്തിനാ പ്രിയപ്പെട്ടവരെ, എന്തിനാ ഇങ്ങനെയൊക്കെ? സ്വർഗത്തിലെത്തണ്ടേ? സ്വർഗത്തിലെത്തണമെങ്കിൽ നന്മ വാരിക്കൂട്ടേണ്ടവരാകണം നമ്മൾ. സ്വർഗത്തിലെത്താൻ തിന്മകൾ ഇല്ലാതാക്കണം നമ്മൾ. ചെയ്തു പോകും നമ്മളെല്ലാരും. ആദമിന്റെ സന്തതികൾ പാപം ചെയ്തു പോകുന്നവരാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, നിശ്ചയമായും മനസ്സ് തിന്മയിലേക്ക് വീണുപോകുന്ന മനസ്സാണ്. ഖുർആൻ പറഞ്ഞതാണ്. ഇല്ലാ മാ റഹിമ റബ്ബി, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച മനസ്സൊഴികെ എന്നതിന്റെ കൂടെ ചേർത്ത് പറയുന്നു. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ ഇബാദത്തുകൾ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. അപ്പൊ ഇബാദത്തുകൾ ചെയ്താൽ പ്രിയപ്പെട്ടവരെ തിന്മയിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കും. അവിടേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താണെന്നറിയുമോ? നമുക്ക് ചുറ്റുമുള്ളത് നരകത്തിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളാണ്. സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക എന്നത് വലിയ എളുപ്പമുള്ള കാര്യമല്ല. അതിനൊരുപാട് കടമ്പകളും ഈ പറഞ്ഞ ഒരുപാട് പ്രതിബന്ധങ്ങളും ക്ഷമകളും ഒക്കെ ആവശ്യമുള്ളതാണ്. ഒരുപാട് വിട്ടുവീഴ്ച ആവശ്യമുണ്ട്, അധ്വാനം ആവശ്യമുണ്ട്. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ തുടങ്ങിയാൽ അവന്റെ ജീവിതത്തിന്റെ ഒരു രീതിശാസ്ത്രം മാത്രമായിട്ട് ഈ ഇബാദത്ത് മാറും. ഒരിക്കലും ഒരു ഭാരാവൂല. സത്യം പറയാന്നുള്ളത് ഭാരാവൂല, പരിദൂഷണം പറയാതിരിക്കുക എന്നുള്ളത് ഭാരാവൂല. തുടങ്ങുമ്പോൾ ഇപ്പോൾ ഭാരം തോന്നും, പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ അവൻ സേഫാണ്. അവൻ ഒരിക്കലും ബുദ്ധിമുട്ടുന്ന പ്രശ്നമേ ഇല്ല. അവൻ നമസ്കാരം അവനെ വേട്ടയാടുന്നില്ല, സക്കാത്ത് അവനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതിന്റെ പേരിൽ ഒരാളും പട്ടിണിയായിട്ടില്ല.
നമസ്കരിച്ചതിന്റെ പേരിൽ ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. അതിനുള്ള സൗകര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചെയ്തു തന്നില്ലേ? എന്തെല്ലാം ഇളവുകളാ നമസ്കാരത്തിലൊക്കെ ഉള്ളത് പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ഇളവുകളാ. പക്ഷെ എന്താണ്? ഒറ്റ ഡിമാൻഡ് ഉണ്ട്, നമസ്കരിക്കൽ നിർബന്ധമാണ്. അതിനെല്ലാം എവിടെ വെച്ചും നമസ്കരിക്കാം അല്ലേ? ആലോചിച്ച് നോക്ക്. വാഹനത്തിൽ, എല്ലായിടത്തും എവിടെയൊക്കെ സൗകര്യങ്ങൾ നമുക്ക് തന്നു, എന്തൊക്കെ ഇളവുകൾ നമുക്ക് തന്നു. അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ നമസ്കാരം, അത് നിർവഹിക്കാനുള്ള ക്ഷമ ഇത് നമ്മൾ കൊണ്ടുവരണം. തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ക്ഷമ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊണ്ടുവരണം. എന്താണെന്നറിയുമോ? എല്ലാറ്റിന്റെയും ഹുക്കുമ പഠിച്ചവരാ നമ്മളെല്ലാവരും. നമസ്കാരത്തിന്റെ ഹുക്കുമ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫർളാണ്, വാജിബാണ് അല്ലേ? അതുപോലെ ഓരോ കാര്യത്തിന്റെ സക്കാത്തിന്റെ ഹുക്കുമ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിന്റെ ഹുക്കുമുകൾ മനസ്സിലാക്കിയവരാ നമ്മൾ. ക്ഷമയുടെ ഹുക്കും അറിയുമോ? അസ്ലുസ് സ്വബ്രി വാജിബുൻ എന്നാ പറഞ്ഞത്. ക്ഷമിക്കുക എന്നേ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ തോന്നിയാൽ ക്ഷമിക്കുക, ചില കാര്യങ്ങൾ ക്ഷമിക്കുക എന്നില്ല. ക്ഷമിക്കാനുള്ള പരീക്ഷണം അല്ലാഹു തന്നാൽ ക്ഷമിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസിയുടെ കാര്യം. അവന് വേറെ ഓപ്ഷൻ ഇല്ല അതിന്. وَإِنْ عَاقَبْتُمْ فَعَاقِبُوا بِمِثْلِ مَا عُوقِبْتُمْ بِهِ وَلَئِنْ صَبَرْتُمْ لَهُوَ خَيْرٌ لِلصَّابِرِينَ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, നിങ്ങൾ എങ്ങാനും ശത്രുക്കളെ ശിക്ഷിക്കുകയാണെങ്കിൽ, അതായത് അവർ വിധേയപ്പെട്ടു, നമ്മൾ വിജയിച്ചു, അവരെ ശിക്ഷിക്കുന്ന ഒരവസ്ഥ വന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ട പോലെ മാത്രമേ ആകാവൂ. നമ്മളോടല്ലോ, അള്ളാഹുവിന്റെ റസൂലും കൂട്ടരും യുദ്ധം കഴിഞ്ഞു വന്ന സമയത്ത്, അവിടെ ഭരണാധികാരമുണ്ടായ സമയത്തൊക്കെ ഉള്ള ഒരു ആയത്തായി. അവിടെ പറയാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ട പോലെ ശിക്ഷിക്കപ്പെടാവൂ. എന്നിട്ട് അതിന്റെ പിന്നിൽ പറയാണ് വല ഇൻ സബർതും. ഇനി നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു പരാതി കൊടുക്കണം. നമ്മളെ ഉപദ്രവിച്ചവനെതിരെ പരാതി കൊടുക്കാം. പരാതി കൊടുത്തതിന്റെ പേരിൽ നമ്മൾ കുറ്റക്കാരാവില്ല. ഇവിടുത്തെ നിയമത്തിന്റെ പിന്നാലെ പോകാം, ഇവിടുത്തെ നിയമപാലകർ വിശ്വസിച്ച് നമുക്ക് പരാതി കൊടുക്കാം. എന്നാൽ ആ പരാതി കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ കുറ്റക്കാരാകുന്നില്ല. എന്നാൽ വല ഇൻ സബർതും, ഇനി നിങ്ങൾ അത് ക്ഷമിച്ചു കളയാണെങ്കിൽ ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ, ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് സ്വാബിരീങ്ങളുടെ ഏറ്റവും മുകളിൽ ഏറ്റവും വലിയ ക്ഷമ അതാകുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ടാണ് ഈ വാജിബായ ക്ഷമ എന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് നിർബന്ധമാകുന്നത് അവിടെയാണ്. അതിൽപ്പെട്ടതാണ് ഒന്ന് നമസ്കരിക്കുക എന്നുള്ളത്, ബാങ്ക് കേട്ടാൽ പള്ളിയിലേക്ക് പോവുക എന്നുള്ളത്. അതേപോലെയാണ് ആപത്ത് വരുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ. ഇനിയോ മറ്റൊന്നാണ്, ഒരാൾ നിങ്ങളോട് തെറ്റ് ചെയ്തു, ഞാൻ പറഞ്ഞില്ലേ, പകരം ചെയ്യാൻ നമുക്ക്, പകരം പരാതി പറയാൻ, കംപ്ലൈന്റ് ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷെ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല. അതുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെയുള്ള ഒന്ന് ചെയ്താൽ തിരിച്ചടിക്കുക എന്നുള്ളതിനോട് എന്ത് ചെയ്യാത്തത്, പ്രോത്സാഹിപ്പിക്കാത്തത്. നമ്മൾ അത് നല്ല പരിപാടിയല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്നാൽ നിയമപരമായിട്ടോ നമുക്കെല്ലാം ചെയ്യാവുന്നതുമാണ്. അവിടെയാണ് സബർ അതിന്റെ പ്രാധാന്യത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടത്. ഇനിയോ നിർബന്ധമായ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ, ഇത് നമ്മൾ പരിശോധിക്കണം. അതേപോലെ തന്നെ വിലക്കിയവ ഒഴിവാക്കാൻ നമുക്ക് ക്ഷമിക്കാൻ, ആ ഒഴിവാക്കുന്ന സമയത്തുള്ള ക്ഷമയുണ്ടല്ലോ, കുറച്ച് ക്ഷമ വേണ്ടി വരും. ചില ആളുകൾക്ക് സ്ഥിരമായി ചെയ്തൊരു സംഗതി അത് കിട്ടിയിട്ടില്ലെങ്കിൽ ചിലർക്ക് വലിയ ബേജാറാണ്, ചിലർ ടെൻഷനാണിത്. ഇത് കിട്ടിയിട്ട് ഇത് ഉണ്ടെങ്കിൽ ടെൻഷൻ അങ്ങോട്ട് മാറും. ഇത് കുടിച്ചാൽ, ഇത് വലിച്ചാൽ, ഇത് ചവച്ചാൽ എന്റെ പ്രശ്നങ്ങൾ മാറും. അത് അവന്റെ മനസ്സിൽ തിരികെ വെച്ചൊരു വൃത്തികെട്ട ഒരു ബോധ്യം മാത്രമാണ്. കാരണം എന്താ, അതൊന്നും ഇല്ലാത്ത ആളുകൾ സമാധാനത്തിൽ കൊണ്ട് മുന്നിൽ ജീവിക്കുന്നില്ലേ? അത് മാത്രം അവൻ ആലോചിച്ചാൽ പോരെ. അതൊന്നും ഇല്ലാത്ത ആളുകൾ സന്തോഷത്തിൽ ജീവിക്കുന്നില്ലേ? ഇനിയോ ഇതങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമാണ് അവന്റെ മനസ്സിനെങ്കിൽ പിറ്റേ ദിവസവും പ്രശ്നം വരുന്നതല്ലോ. അപ്പോൾ ഒരു തിന്മ ചെയ്യാൻ വേണ്ടി ശൈത്താൻ ഖുർആൻ പറഞ്ഞു, ശൈത്താൻ നിങ്ങൾക്ക് നിങ്ങളുടെ ചെയ്തികൾ മനോഹരമാക്കി കാണിച്ചു തരുമെന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നല്ലതിനാണ്, അതിന് ഇന്ന ബെനിഫിറ്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്നി രണ്ടാമതോ ഇന്ന ആളുകളൊക്കെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തത്, അല്ലേ? അതാണ് നമ്മുടെ സമാധാനം. വീട്ടിൽ കരണ്ട് പോയാൽ പുറത്തിറങ്ങിയിട്ട് അയൽവാസിയുടെ കരണ്ട് പോയിട്ടുണ്ടോ നോക്കും, അവിടെയും പോയിട്ടുണ്ട് നമുക്ക് സമാധാനമാണ്. അതുപോലെയാണ് പലപ്പോഴും നമ്മൾ തിന്മ ചെയ്യുന്നത്. നിങ്ങൾ എന്തിനാ അത് ചെയ്യുന്നെന്ന് വെച്ചാൽ പറയും, മറ്റൊരു ചെയ്യുന്നില്ലേ, അയാൾ ചെയ്യുന്നില്ലേ, ഇയാൾ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, അവരെല്ലാം നമുക്ക് ആദർശം പറഞ്ഞു തരേണ്ടവരും പഠിപ്പിച്ചു തന്നവരും അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച സഹാബികൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, പ്രവാചകന്റെ പത്നിമാരും പുത്രിമാരും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ,
ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ അസലായ ഭാഗത്ത് നിന്ന് പരിശോധിച്ചിട്ട് റബ്ബിന് ഇഷ്ടപ്പെടുമോ ഇല്ലയോ ഇത് പരിശോധിച്ചിട്ടാണ് ഏതൊരു കാര്യത്തെയും നമ്മൾ നേരിടേണ്ടത്. അതല്ലാതെ ഒരു നാട് മുഴുവനും ഒരു തിന്മ ചെയ്യാന്ന് വിചാരിക്കുക നമുക്ക് പറ്റുമോ? ജനാധിപത്യ രാജ്യമാണ്, ഭൂരിപക്ഷം അങ്ങനെയാന്ന് വിചാരിച്ചിട്ട് പറ്റുമോ? ഒരു മുസ്ലിമിന് പാടില്ല. മുസ്ലിമിനെ അനുവദിച്ചേടത്ത് മുസ്ലിം നിൽക്കേണ്ടതുണ്ട്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കണ്ണ് കാണാത്തൊരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വന്നു. അള്ളാന്റെ റസൂലിന്റെ മുഖം വല്ലാതെ അങ്ങോട്ട് മാറി. സഹാബത്ത് നോക്കുമ്പോ അന്ധനായ ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പഠിപ്പിച്ചു, ആർക്കെങ്കിലും തന്റെ രണ്ട് കൂട്ടുകാരന്മാരെ നൽകാതെ അള്ളാഹു പരീക്ഷിച്ചാൽ, ഹബീബത്തൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണുകൾ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതിനെ നൽകാതെ ആരെങ്കിലും അള്ളാഹു പരീക്ഷിച്ചാൽ, എന്നിട്ട് അവൻ ക്ഷമിച്ച് ജീവിച്ചാൽ അവന് സ്വർഗമല്ലാതെ മറ്റൊന്നില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അന്ധത അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് യാചനക്കുള്ള ഒരു പോംവഴിയായിട്ട് നമ്മൾ കാണരുത്. അയാളെ നമ്മൾ സഹായിക്കണം, അത് നമ്മുടെ ബാധ്യത. അയാളെ യാചിക്കുക എന്ന ഡ്യൂട്ടി അയാൾക്കില്ല. പൊതുസമൂഹത്തിന് അയാളെ സഹായിക്കുക എന്ന ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ എന്തെങ്കിലും പോരായ്മയുള്ള ആളുകൾ അത് അയാൾക്കുള്ള യാചിക്കാനുള്ള ഒരു സ്രോതസ്സായിട്ട് വെക്കാൻ പാടില്ല. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അയാൾ ഇനി യാചിക്കേണ്ട ഒരു അവസ്ഥ സമൂഹം ഉണ്ടാക്കാനും പാടില്ല. അത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ക്ഷമിക്കാൻ സാധിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു കറുത്ത പെണ്ണ് വന്നത് ഞാൻ 2-3 തവണ അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കലൂടെ പോകുമ്പോ ഖബറിന്റെ അടുക്കൽ ഇരുന്നിട്ട് ഒരു സ്ത്രീ കരയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി, സഹോദരി നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ ക്ഷമിക്കുക, ഇങ്ങനെ കരയല്ലേ എന്ന് പറഞ്ഞ സമയത്ത് ആ പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിനോട് തിരിച്ചങ്ങോട്ടൊരു കാര്യം ഭയങ്കര സ്ട്രോങ്ങിൽ അങ്ങോട്ട് പറഞ്ഞു, ഇലൈക അന്നി ഫഇന്നക ലം തുസിബ് മുസീബത്തി, എനിക്ക് വന്നിരിക്കുന്ന മുസീബത്ത് നിങ്ങൾക്ക് വന്നിട്ടില്ല. വലിയ വർത്താനം പറയണ്ടെന്നുള്ള രൂപത്തിൽ മോശമായൊരു കൗലങ്ങോട്ട് ഉരുവിട്ടു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, കുറച്ച് കഴിഞ്ഞ് ആ വന്ന് പറഞ്ഞിരുന്നത് അല്ലാഹുവിന്റെ റസൂലാണെന്നറിഞ്ഞ ആ സഹോദരി ബേജാറോടെ പ്രവാചകന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, മോരിഫിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാരില്ല. എന്നിട്ട് പറഞ്ഞു, ഇന്നമ സബ്റു ഇൻദ സദമത്തിൽ ഊല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചത് പഠിപ്പിച്ചു കൊടുത്തു. ഇനിയോ നമ്മളൊക്കെയും അവിടെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നിയന്ത്രിക്കണം നമ്മുടെ നാവിനെ, നമ്മുടെ സംസാരത്തെ, നമ്മുടെ പ്രതികരണത്തെ ഒക്കെയും നമ്മൾ നിയന്ത്രിച്ചാൽ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഗുണമല്ലാതെ മറ്റൊന്നും വരാനില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, എന്താണ്? കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. മനുഷ്യർ നഷ്ടത്തിലാണ്, മനുഷ്യർ നഷ്ടത്തിലാണ്. ഏത് മനുഷ്യർ? ആരൊക്കെ ഒഴികെയുള്ളവർ എന്നിട്ട് പറഞ്ഞു, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, അന്യോന്യം ഉപദേശിക്കുകയും അതേപോലെ തന്നെ ക്ഷമ കൈക്കൊള്ളാൻ ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടക്കാരാണെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ സ്ബിറൂ വസാബിറൂ വറാബിതു. ശ്രദ്ധിച്ചോ, ആരെ വിളിച്ചിട്ടാ ക്ഷമിക്കാൻ പറയുന്നത്? മുഅ്മിനുകളെ വിളിച്ചിട്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്, സത്യവിശ്വാസികളെ വിളിച്ചിട്ടാണ്. ഇവിടെയോ യാ അയ്യുഹല്ലദീന ആമനൂ സ്ബിറൂ വസാബിറൂ വറാബിതു, നമ്മളെ വിളിച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം, ക്ഷമയിൽ മുൻകടക്കണം, അതേപോലെ ക്ഷമ കൈക്കൊള്ളണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് പഠിപ്പിച്ചു കൊടുത്തില്ലേ, യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത് വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക്. എന്റെ പുന്നാര മോനെ, അഖിമിസ് സ്വലാത്ത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം ആ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപദേശങ്ങൾ മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. എന്റെ പൊന്നുമോനെ, നീ നമസ്കാരം നിലനിർത്തണം. അഖിമിസ് സ്വലാത്ത് വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ,
നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. വസ്ബിർ അലാ മാ അസ്വാബക്, നീ ക്ഷമ കൈക്കൊള്ളുകയും വേണം. അള്ളാഹുവിന്റെ ഖുർആൻ പ്രത്യേകമായി പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയോ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ടവരെ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ അദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപദേശമായിട്ട് വന്ന ആയത്താണ്. ഇനിയോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ സഹോദരങ്ങൾ കിണറ്റിലിട്ടല്ലോ. എന്നിട്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുപ്പായത്തില് രക്തം പുരട്ടിയിട്ട് കൊണ്ടിരുന്നുണ്ട് ബാപ്പന്റെ അടുക്കലേക്ക്. വല്ലാത്തൊരു സങ്കടമായിരുന്നു. നല്ല മൊഞ്ചുള്ളൊരു ചെറിയ മോനെ ഈ സഹോദരങ്ങൾക്ക് തോന്നിയതാണ് വാപ്പാക്ക് ഏറ്റവും ഇഷ്ടവനെയാണ്. ആ അസൂയയിൽ നിന്ന് ആ കുട്ടിയെ ഇല്ലാതാക്കാൻ പൊട്ടക്കിണറ്റിലിട്ടു. ആ സങ്കടത്തില് ആ വാപ്പാക്ക് അന്ധത ബാധിച്ചു എന്നാ പറഞ്ഞത്. കണ്ണ് കാണാതായിപ്പോയി, കരഞ്ഞിട്ട് കാഴ്ച പോയി. അവിടെ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ ഒരുപാട് ആയത്തുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുപ്പായത്തിന്റെ മുകളിൽ രക്തക്കറ വെച്ചിട്ട് ഇങ്ങനെ അവർ കൊണ്ടുവന്നു. അന്നേരം പിതാവ് പറയാണ്, നിങ്ങളുടെ മനസ്സുകളിൽ എന്തോ ഒന്ന് ഒരു കാര്യം ഭംഗിയാക്കി നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് ഭംഗിയാക്കി പിശാച് തോന്നിച്ചു തന്ന എന്തോ ഒന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി മനോഹരമായ ഒരു ക്ഷമ അവലംബിക്കുക എന്നത് മാത്രമേ എന്റെ മുന്നിലുള്ളൂ. അതേ എനിക്ക് മാർഗമുള്ളൂ. നിങ്ങൾ വിവരിക്കുന്ന കാര്യത്തിൽ എനിക്ക് സഹായം അഭ്യർത്ഥിക്കാൻ അല്ലാഹു അല്ലാതെ മറ്റൊന്നില്ല. നിങ്ങൾ ഈ പറയുന്നതിൽ ഞാൻ അള്ളാഹുവിന്റെ സഹായം ഞാൻ തേടുന്നുണ്ട്. നിങ്ങൾ എന്തോന്ന് നിങ്ങളുടെ മനസ്സിന് തോന്നിയത് ചെയ്തതാണ്. ഇനി ഫസബറുൻ ജമീൽ, മനോഹരമായ ക്ഷമ, അതേ ഇനി വഴിയുള്ളൂ, അതേ ഇനി മാർഗമുള്ളൂ എന്നാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവ് ബാക്കിയുള്ള ആളുകളോട്, മക്കളോട് പറഞ്ഞു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും, ഒരുപാട് രോഗങ്ങൾ വരും, പ്രിയപ്പെട്ടവർ മരണപ്പെടും, കുട്ടികൾ രോഗികളായി കിടക്കുന്ന അവസ്ഥയുണ്ടാവും. അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട മഹാനായ അബ്ദുൽ കരീം സാഹിബ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് അദ്ദേഹം പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം പുറത്ത് അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഒരു സഹോദരന്റെ പുത്രൻ കുറച്ച് ദിവസങ്ങളായി ബോധമില്ലാതെ, ബ്രെയിനിൽ ഇൻഫെക്ഷൻ ആയിട്ട് ബോധമില്ലാതെ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ആ കുട്ടിക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ. എല്ലാ മക്കൾക്കും പടച്ച തമ്പുരാൻ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. ഒരുപാട് രോഗങ്ങളാണ് നമ്മളുടെ എല്ലാവരുടെയും ശരീരത്തിൽ രോഗങ്ങളുണ്ട്. ഒരുപാട് വലിയ കേൾക്കാൻ ബേജാറാക്കുന്ന രോഗങ്ങൾ പേറിയിട്ടായിരിക്കും നമ്മളൊക്കെ ഇരിക്കുന്നുണ്ടാവുക. അവിടേക്ക് എത്തുമ്പോഴാണ് അത് പുറത്തേക്ക് വരിക. ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് വർഷങ്ങൾ ചികിത്സിക്കുന്നവർ, ഒരുപാട് വർഷങ്ങൾ ചികിത്സിച്ചിട്ടും അത് മാറാത്തവർ, ഒരേ കാര്യത്തിന് 2, 3, 4 ഓപ്പറേഷനുകൾക്ക് വിധേയമാക്കിയവർ, 2, 3 ഓപ്പറേഷനുകൾ ചെയ്തിട്ടും ഒരു ഭേദവുമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ എത്ര പേരാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുക, പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ആ കറുത്ത പെണ്ണ് വന്നപ്പോ പ്രവാചകൻ ബേജാറായിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, പെണ്ണെ നീ ക്ഷമിക്കുക, നിനക്ക് സ്വർഗമുണ്ടാകും. ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം, മുസൽമാന്റെ ലക്ഷ്യം അതാണ്. അതുകൊണ്ടാണ് 10-18 വർഷത്തോളം അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം രോഗാതുരമായ അവസ്ഥയിൽ കിടന്നില്ല ഒരു പ്രവാചകൻ. എന്നിട്ട് എന്താ അവസാനം പറഞ്ഞത്? അദ്ദേഹത്തിന്റെ വായിൽ നിന്നൊന്നേ വന്നിട്ടുള്ളൂ, وأنت أرحم الراحمين أني مسني الضر وأنت أرحم الراحمين وأنت أرحم الراحمين. എത്ര പ്രതിസന്ധികളാ പ്രവാചകൻ വന്നിരുന്നത് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന പ്രതിസന്ധികളിലെല്ലാം സബറോടുകൂടി നേരിടാൻ നമുക്ക് സാധിക്കണം. തിന്മകൾ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റി ഒരു പരിശുദ്ധത നമ്മൾ പ്രാപിക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങൾ തരും, നമ്മളെ സ്ഫുടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് രോഗങ്ങൾ തരും. പക്ഷേ നമ്മുടെ അഖീദയിൽ ആ തിന്മയോടുള്ള വെറുപ്പുണ്ടാകണം. നമ്മുടെ അഖീദയിൽ നമ്മളൊക്കെ രോഗാതുരമായ അവസ്ഥയിലെത്തി ബെഡിലായാൽ നമസ്കരിക്കാൻ
നിസ്കരിക്കാൻ തുടങ്ങും, വയസ്സായാൽ പള്ളി പോകാൻ തുടങ്ങും, അല്ലേ? ഫ്രീ ആയാൽ, അതായത് എല്ലാ തോന്നിയാസവും കഴിഞ്ഞ് മതിയായാൽ ഓനെന്താകും? നന്നാകാൻ തുടങ്ങും. ആത്മാർത്ഥമായ നന്നാകലിന് അള്ളാഹു പ്രതിഫലം തരും, ഒരു സംശയമില്ല. പക്ഷെ അതിന് എന്ത് കാരണമാകരുത്? നമ്മൾ ബാക്കിയുള്ള ഓട്ടങ്ങളൊക്കെ നിലച്ചപ്പോ ഇനി ഏതായാലും കുറച്ചങ്ങോട്ട് ചെയ്യാം, രോഗമായിട്ടുണ്ട്, ഇനി അള്ളാന്റെ അടുക്കലേക്ക് അടുക്കാം എന്നിടത്തേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഈ ബോധ്യം നിങ്ങളുടെ ചെവികളിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് നന്നാകുക. നമ്മളെല്ലാവരും നന്മകൾ മാക്സിമം വർദ്ധിപ്പിക്കുക, തിന്മകൾ ഓരോന്നും എടുത്തൊഴിവാക്കുക. സുഭിക്ഷമായി 4-5 നേരം ഭക്ഷണം കഴിക്കുന്ന നമ്മളോട് മാരകമായൊരു രോഗം നിങ്ങളുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ ഇന്ന ഭക്ഷണം തിന്നരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കും ഡോക്ടറെ, അല്ലേ? അനുസരിക്കൂലേ? അതിനേക്കാളും വലിയ അപകടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന തിന്മയുണ്ട്, നാളെ നിങ്ങൾ നരകം രുചിക്കേണ്ടി വരും. ചിലപ്പോൾ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത്രയും പാപങ്ങൾ നിങ്ങളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്ന പരിശുദ്ധ ഖുർആനും ഹദീസും അതാണ് ഡോക്ടർ ഷീറ്റിനേക്കാളും വലുത്. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അയ്യുഹന്നാസ് തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ക്ഷമിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളാകാൻ പരിശ്രമിക്കുക എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഏതൊരു കാര്യത്തിനും നമ്മൾ ക്ഷമിക്കുന്നതോടുകൂടി അതിനേക്കാളും നല്ലതാ നമുക്കതിന്റെ പിന്നിൽ നിന്ന് വരിക. അതിനേക്കാളും നല്ലതാണ് പടച്ചതമ്പുരാൻ നമുക്ക് പകരം തരാൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ ചരിത്രം? മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണപ്പെട്ട ഒരു ഘട്ടമുണ്ട്. ഭാര്യ ഉമ്മു സലമാ ബീവി വല്ലാതെ കരഞ്ഞു. നല്ല സ്നേഹപ്പൊരുത്തത്തിൽ ജീവിച്ച ദമ്പതികളായിരുന്നു. അബൂസലമയുടെ മരണം സഹാബാക്കൾക്കിടയിലൊക്കെ അക്ഷരാർത്ഥത്തിൽ വലിയ സങ്കടമുണ്ടാക്കി. ഉമ്മുസലമ ബീവി കരയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സഹാബി വനിതകളെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ഉമ്മുസലമയോട് ക്ഷമിക്കാൻ പറ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ജർനി ഫീ മുസീബത്തി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തു. എന്താ അതിനർത്ഥം? അല്ലാഹുമ്മ ജർനി ഫീ മുസീബത്തി, ഈ മുസീബത്തിൽ നിന്ന് നീ എന്നെ കരകയറ്റണമേ റബ്ബേ. വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും നല്ലതെനിക്ക് പകരം തരണേന്ന്. മുസീബത്ത് വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന. ആ സമയത്ത് ഉമ്മുസലമാ ബീവിക്ക് ഇത് ചൊല്ലിക്കൊടുത്ത സമയത്ത് മുസലമാ ബീവി ചോദിച്ചു പോകുന്നുണ്ട്, അബൂസലമയേക്കാളും നല്ലത് എനിക്ക് പകരം കിട്ടാനോ? ഇത് ചോദിച്ചുപോയി. നമ്മളൊക്കെ ചോദിച്ച പോലെ ചോദിച്ചുപോയി. പറഞ്ഞ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് പ്രാർത്ഥനയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അവര് പ്രാർത്ഥിച്ചു. എന്താ ഉണ്ടായത്? പിന്നീട് അദ്ദേഹത്തിന്, ആ സ്ത്രീക്ക് നല്ല സമാധാന അന്തരീക്ഷം ഒക്കെ ഉണ്ടായി. ആ വേദനകളൊക്കെ മാഞ്ഞു. ആരാണ് പിന്നീട് വരുന്ന ഭർത്താവ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂസലമയേക്കാളും മികച്ച ഭർത്താവിന് അള്ളാഹു പകരം നൽകി. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും സവിശേഷമായ കാരണത്താൽ തന്നെ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചോളി നിങ്ങൾ, എന്നിട്ട് ചേർത്ത് പിടിച്ചോളൂ പടച്ചവനോട്. ആ നഷ്ടപ്പെട്ടതിന്റെ പിന്നാലെ നമ്മളുടെ മനസ്സും ആരോഗ്യവും സമ്പത്തും ചെലവഴിക്കുന്നതിന് പകരം അള്ളാന്റെ മുന്നിൽ കുമ്പിട്ട് പറഞ്ഞോളൂ, പകരം തരും. ഏറ്റവും നല്ല ഭാര്യയെ, ഏറ്റവും നല്ല മകനെ, ഏറ്റവും നല്ല കുടുംബത്തെ, ഏറ്റവും നല്ല കച്ചവടത്തെ, ഏറ്റവും നല്ല സമ്പാദ്യത്തെ, ഏറ്റവും നല്ല ജോലിയെ, ഏറ്റവും നല്ല ആരോഗ്യത്തെ റബ്ബിനോട് പറ, അള്ളാഹു പകരം തരും. ഒരു സംശയവും വേണ്ട, അള്ളാഹു പകരം തരും എന്നല്ല പറഞ്ഞതാണ്. നിങ്ങൾ എന്നോട് ചോദിക്കി, ഞാൻ തരാമെന്ന് പരിശുദ്ധ ഖുർആനിലാ പറഞ്ഞത്. പടച്ചതമ്പുരാൻ നമ്മുടെ നാട്ടിലെ MLA-മാരും MP-മാരും തരാം എന്ന് പറഞ്ഞിട്ട് തരാതിരിക്കുന്നത് പോലെ ചെയ്യുന്നവരല്ല. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആനിന്റെ ദൈവികതയുടെ ഭാഗമാണ് ആ പറഞ്ഞത് നടപ്പിലാക്കുക എന്നത്. അതുകൊണ്ട് അള്ളാഹ് തരും. അതുകൊണ്ട് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തുണ്ട്, ചോദിച്ചോളി ഞാൻ തരാം. അള്ളാഹ് പറഞ്ഞില്ലേ, ചോദിച്ചാൽ തരുന്ന സമയങ്ങൾ നമ്മുടെ പാവപ്പെട്ട റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നില്ലേ? ആ സമയമൊക്കെ എടുത്തിട്ട് ചോദിച്ചോളി. ആരിക്കാ എന്താ നഷ്ടപ്പെട്ടത്? തരും. കച്ചവടം പോയവരുണ്ടോ? കച്ചവടം തരും. വരുമാനം നിന്നവരുണ്ടോ? വരുമാനം നിലച്ചവരുണ്ടോ? വരുമാനം തരും. കടബാധ്യതകളുള്ളവരുണ്ടോ? പ്രാർത്ഥിച്ചോളി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, നമസ്കാരമല്ലാത്തൊരു സമയത്ത് ഒരു സഹാബി ഇങ്ങനെ പള്ളിയിലിരുന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ അവിടെ നമസ്കാരമൊന്നും ഇല്ലാത്ത സമയത്ത് എന്താ വേറെ പരിപാടിയൊന്നുമില്ലേ?
എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അള്ളാന്റെ റസൂലേ, വല്ലാത്ത ടെൻഷനില, വല്ലാത്ത മനോവിഷമവും കടവും കൊണ്ട് എനിക്ക് കഴിയുന്നില്ല, വീട്ടിലിരിക്കാനാവുന്നില്ല, അങ്ങാടിയിലേക്ക് ഇറങ്ങാനാവുന്നില്ല റസൂലേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥന പറഞ്ഞു തരാം, അത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. രാവിലെയും വൈകുന്നേരവും നിങ്ങളുടെ മാനസികമായ സംഘർഷവും നിങ്ങളുടെ കടവും ആ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് തീരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രശ്നം തീരുമെന്ന് ആ സഹാബി പറയാണ്. ഞാനത് പ്രാർത്ഥിച്ചു, എന്റെ കടങ്ങൾ തീർന്നു, എന്റെ മനോവിഷമങ്ങളും പമ്പ കടന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ അടുക്കിലേക്ക് വരിക. നഷ്ടമുള്ളവര് പലരും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അള്ളാഹിനോട് പറങ്ങള് ക്ഷമിക്കാനുള്ള കഴിവ് തരാൻ പറ, അയാൾക്ക് പുറത്തു കൊടുക്കാൻ പറയാ. അള്ളാഹിന്റെ റസൂലിനെ ചെയ്തതുപോലെ ആരെങ്കിലും നമ്മളെ വേട്ടയാടിയിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ? അള്ളാഹിന്റെ റസൂലിന് നഷ്ടം വന്നതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യാൻ ഇറങ്ങി രണ്ടാമത്തെ ദിവസം 2 പെൺകുട്ടികളെ ഡൈവോഴ്സ് ചെയ്തിട്ട് കൊണ്ടയാക്കിയത് വീട്ടില്. റുഖയ്യയെയും ഉമ്മു കുൽസൂമിനെയും 2 മക്കൾ സുഖ സൗകര്യത്തിൽ ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കുകയാണ്. ബാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രസംഗിച്ചപ്പോ 2 കുട്ടികളെ ഡൈവോഴ്സ് ചെയ്തിട്ട് വീട്ടിലാക്കി. അതിനേക്കാൾ വലുതുണ്ടോ? അതിനേക്കാൾ വലുത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അള്ളാന്റെ റസൂലിന് വിഷം കൊടുത്തില്ലേ? നമുക്ക് വന്നിട്ടുണ്ടോ അങ്ങനെ? അങ്ങനെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടിയാൽ നമ്മുടെ മുത്ത് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട പോലൊരു പ്രതിസന്ധി അള്ളാഹു ഏറ്റവും സുഖവും സൗകര്യവും സന്തോഷവും ഏറ്റവും വലിയ ആഡംബര ജീവിതവും കൊടുക്കാനിട്ടാണോ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാന്റെ റസൂല് ജീവിച്ച് കാണിച്ചു തന്നതാ. അതുകൊണ്ടാണ് പ്രവാചകൻ അവസാന കാലം പറഞ്ഞു, എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ വറായികും അയ്യാമുസ് സബ്ർ. സഹാബത്തെ, നിങ്ങൾക്ക് ശേഷം ക്ഷമയുടെ കാലം വരാനിരിക്കുന്നു. സഹാബത്തിന്റെ കാലശേഷം പിൽക്കാലത്ത് വരുന്ന ജനതയിൽ ക്ഷമയുടെ കാലം വരാനിരിക്കുന്നു എന്നോട് പറഞ്ഞു. ലിൽ മുതവസ്സിഖി ഫീഹിന്ന യൗമഇദി ബിമാ അൻതും അലൈഹി അജ്റ 50 മിൻകും. അന്ന് ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങളിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലം. ഏതായി 50 ആളുകൾ? ഹബ്ബാബിനെ പോലെ, ചുട്ടുപഴിപ്പിച്ച പടച്ചട്ട ധരിച്ച ഹബ്ബാബിനെ പോലെ, മണൽത്തിട്ടയിലൂടെ ഒന്നുവിടാതെ കുട്ടികളെ കൊണ്ട് വലിപ്പിച്ച ബിലാലിനെ പോലെ, അങ്ങനെ ഒരുപാട് ആളുകളെ, അബ്ബാദ് ബിൻ ബിശറിനെ പോലെ, ഓയലിലിട്ട് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ച സഹാബിയെ പോലെ, ഹബീബ് ബിൻ ബിശറിനെ പോലെ, ഈ അവയവങ്ങളെല്ലാം കൊത്തിമുറിച്ച് കെട്ടിത്തൂക്കിയ സഹാബിയെ പോലെയുള്ള ആളുകളെ ഒക്കെ ഉദ്ധരിച്ച് റസൂൽ പറഞ്ഞു, അങ്ങനെയുള്ള 50 ആളുകളുടെ പ്രതിഫലം ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ക്ഷമിച്ചും സഹിച്ചും ജീവിച്ചോളി. ആരും ബേജാറാവണ്ട. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ, നമ്മൾ പോണ്ടി വരുമോ, നമ്മളെ കൊന്നുകളയോ, ഒന്നും ബേജാറാവണ്ട. റബ്ബുണ്ട് മേലെ, റബ്ബുണ്ട് മേലെ. അള്ളാഹുവിനോട് പറയുക. നമ്മുടെ മാനസികമായ ഭയം, പേടി, പ്രതിസന്ധി, ടെൻഷൻ, അതേപോലെ പരീക്ഷണങ്ങൾ, അക്രമികളുടെ പ്രശ്നങ്ങൾ, ആക്രമിക്കുന്നവന്റെ അക്രമത്തിന്റെ ആ ഒരു ശൗര്യത എല്ലാം റബ്ബിനോട് നമ്മൾ പറയാ. റബ്ബിനോട് പറയാം. റബ്ബിനെ അറിയാനാണോ? റബ്ബിനെ വിവരത്തിക്കുകയാണോ? അല്ല, എല്ലാം റബ്ബിനറിയാം. ആരുണ്ടെന്നോട് ചോദിക്കാനെന്നുള്ള നോക്കുകയാണ്. അവർക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, റമളാൻ അടുത്തിരിക്കുന്നു. ശഅബാൻ മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ നോമ്പുകൾ മാറ്റി നിർത്തിയാൽ പ്രവാചകൻ ഏറ്റവും കൂടുതൽ നോമ്പുകാരനായി കണ്ടിരുന്നത് ശഅബാനിലാണെന്നാണ് സഹാബാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒന്ന് ഒരുങ്ങുക, എല്ലാവരും ഒരുങ്ങുക. പള്ളിയും വീടും ഒക്കെ വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ടാവും ആളുകൾ. അവിടെ ഉപയോഗിച്ച പെനോയിലും ഹാർപ്പിക്കൊക്കെ ഉപയോഗിച്ച് നമ്മളെ ഹൃദയം ഒന്നിട്ട് കഴുകുക. എന്നിട്ട് നമ്മളൊന്ന് ഒരുങ്ങുക. ഇൻഷാ അള്ളാഹ് അടുത്ത റമളാൻ ഞാൻ നേടുമെന്ന് തീരുമാനിക്കുക. എനിക്കറിയോ, 2 ആളുകൾ മരിച്ചു. 2 ആളുകൾ റസൂലുള്ളാഹിന്റെ കാലത്ത് മരിച്ചു. ഒരാൾ ഷഹീദായിട്ടാണ് മരിച്ചത്, രണ്ടാമത്തെ ആള് സാധാരണ മരണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ ഈ ഷഹീദായി മരിച്ച ആളെക്കാട്ടും ദറജ മറ്റേ ആൾക്ക് കണ്ടുന്നാ. സഹാബിയോട് ചോദിച്ചു, ഷഹീദായി മരിച്ച ആളെക്കാട്ടും സ്ഥാനം സാധാരണ മരണം മരിച്ച ആൾക്കോ? എന്താ റസൂല് കാരണം എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറയണേ, ഷഹീദായി മരിച്ച ആൾക്ക് കിട്ടിയതിനേക്കാളും ഒരു റമളാൻ മറ്റേ ആൾക്ക് കിട്ടിയിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ മനസ്സിലായോ?
ഒരു റമദാൻ മതി ചരിത്രം തിരുത്താൻ. അതുകൊണ്ട് വരുന്ന റമദാനിലേക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്തു വെക്കുക. ഇനി അന്നേരം വിചാരിച്ച പോലെ ആയില്ല, ദിവസം കണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് റമദാനെ കുറ്റം പറയുക ചെയ്യുക. 30 ദിവസം 24 മണിക്കൂർ വീതം റെട്ടിയിലുണ്ടാവും ഇവിടെ. നമ്മൾ എവിടെ പോയി എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് ഒരുങ്ങ നമ്മളെല്ലാവരും ഷെഡ്യൂൾ ചെയ്യുക. എവിടെ, എങ്ങനെ, എപ്പോ ഒക്കെ കൃത്യമാക്കുക. കണക്കുകളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുക. സക്കാത്തിന് ഒരുങ്ങി നിൽക്കുക. അതേപോലെ തന്നെ അമലുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഷെഡ്യൂളുകൾ ഫാമിലികളിൽ ഉണ്ടാക്കുക. പ്രിയപ്പെട്ടവരെ, ഹൃദയം വിശാലമാക്കുക. ആരോടെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു അമലും ആകാശലോകത്തേക്ക് ഉയരുന്ന പ്രശ്നമേ ഇല്ലട്ടോ. അതുകൊണ്ട് ആളുകളുമായിട്ട് നന്നാവുക. ഒരു ഇതും വേണ്ട നമുക്ക് ആരോടും. ഒരു രാഷ്ട്രീയ പ്രതിരോധമോ സംഘടനാ പ്രതിരോധമോ വ്യക്തിപരമായ പ്രശ്നമോ കച്ചവടത്തിലെ പ്രശ്നമോ ഒന്നും വേണ്ട. എല്ലാം ക്ഷമിച്ചോളി. എന്നിട്ട് ആളുകളുമായിട്ട് നന്നായിട്ട് അമലിന് മുന്നിൽ വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല പ്രതിഫലം കിട്ടുന്ന അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ, ഒരുപാട് മാനസികമായ സമ്മർദ്ദങ്ങൾ. നിങ്ങൾക്കറിയോ, ഒരു കല്യാണ വീട്ടിൽ പോലും അടിച്ചു പൊളിച്ച ആളുകൾ കല്യാണം കഴിക്കുമ്പം വാപ്പ നെഞ്ചു പൊട്ടിയിട്ട് കരയും അതിൻ്റെ ഉള്ളിൽ നിന്ന്. സ്വന്തം മകളെ വേറൊരാൾക്ക് കൊടുക്കുക എന്നുള്ളതുണ്ടല്ലോ, അതുപോലും വിഷമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും സമാധാനം വേണം ഈ ലോകത്ത്. നമ്മളെല്ലാവരും സത്യവിശ്വാസികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ ലോകത്ത് എത്ര മുഅ്മിനീങ്ങളുണ്ടോ അത്രയും പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരും. അതുകൊണ്ട് അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال اللهم اشف مرضانا وارحم موتانا توفنا مسلما وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد.